Hi friends, എല്ലാവർക്കും വിജീസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഞാൻ സാരി പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ആഴ്ചയിൽ 2 കല്യാണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആദ്യത്തെ കല്യാണത്തിന് എന്തായാലും ഈ സാരി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടൈലർ വളരെ ബിസി ആയതുകൊണ്ട് തന്നെ ഞാൻ തന്നെ തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ സാരി തന്നെ എടുത്തതാ. അതിന് ബ്ലൗസ് തയ്ക്കാനുള്ള തുണി ഞാൻ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ നമുക്കൊരു 85 സെന്റിമീറ്റർ ഒക്കെ കിട്ടിയിട്ടുള്ളൂ. 1 മീറ്റർ ഒന്നും കിട്ടിയിട്ടില്ല. അതിനുള്ള തുണി അതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉള്ളത് വെച്ച് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ തയ്ക്കാമെന്ന് വിചാരിച്ചു. ക്രോസ് കട്ട് ആയിട്ടുള്ള ബ്ലൗസാണ് തയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുത്തു സാരിയിൽ നിന്നും. ഇനിയാണ് നമ്മുടെ മെയിൻ ജോലി ആരംഭിക്കണേ. അങ്ങനെ വീണ്ടും പഴയ ജോലി ഏറ്റെടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ നാളായി സാരി ബ്ലൗസ് തയ്ച്ചിട്ട്. ഇനിയിപ്പോൾ വീണ്ടും ചെയ്യണം. നമുക്ക് നല്ല തിരക്കുള്ള സമയത്തൊക്കെ ടൈലേഴ്സ് വളരെ തിരക്കായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം അറിഞ്ഞിരുന്നാൽ നമ്മുടെ ബ്ലൗസ് നമുക്ക് തയ്ക്കാം, നമ്മുടെ കാര്യം നടത്താം. അവരെ തന്നെ നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ നിന്നാൽ നമുക്ക് ഇങ്ങനത്തെ പണികൾ കിട്ടും. അപ്പോൾ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സാധാരണ ടൈലറിന് കൊടുക്കാറ്. ഇനിയിപ്പോൾ എന്തായാലും ഈ ബ്ലൗസ് ഞാൻ തന്നെ തയ്ച്ചെടുക്കാമെന്ന് വിചാരിച്ചു. സമയം കിട്ടോ കല്യാണത്തിൻ്റെ അന്ന് ഇത് ഇടാൻ പറ്റുമെന്ന് അറിയില്ല. ഇല്ലെങ്കിലും ഞാൻ തന്നെ എന്തായാലും തയ്ക്കാമെന്ന് വെച്ചു. കല്യാണത്തിൻ്റെ അന്ന് ഇപ്പോൾ വേറെ സാരി കൊടുക്കാൻ പറ്റുമെങ്കിൽ വേറെ സാരി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലെയിൻ ബ്ലൗസ് ഉണ്ടായിട്ട് വരും. അപ്പോൾ ഞാൻ കൊടുത്തു ഈ സാരിയുടെ തയ്ച്ച് തീർന്നില്ലെങ്കിൽ ഈ സാരിയുടെ പ്ലെയിൻ ബ്ലൗസ് എടുത്തിട്ട് സാരി എടുത്തു കൊടുക്കും. പിന്നെ ഇത് പിന്നീട് തയ്ച്ചു വയ്ക്കും. സമയം കിട്ടണമെങ്കിൽ ഞാൻ മാക്സിമം തീർക്കാൻ നോക്കും. എൻ്റെ തയ്യൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്ന ഒരു പഴയ നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ അളവ് കാര്യങ്ങളൊക്കെ നോക്കി തയ്ച്ച മെത്തേഡുകളൊക്കെ ഓർത്തെടുത്ത് ശരിക്കും പറഞ്ഞാൽ പഴയ ഓർമ്മകളെല്ലാം പുതുക്കിയാണ് ഇന്നിപ്പോൾ ബ്ലൗസ് തയ്ക്കാൻ തുടങ്ങണേ. എനിക്ക് തോന്നുന്നത് 2 വർഷം കണ്ടായി ഞാൻ ബ്ലൗസ് തയ്ച്ചിട്ട്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പം എന്തായാലും ഞാൻ ആദ്യം തന്നെ ലൈനിങ് തുണിയുമ്പോൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത് ബ്ലൗസിൻ്റെ. ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറയുന്നത് രാംനവമിയാണ്. അപ്പം അന്ന് ഞങ്ങൾക്കൊരു ഹോളിഡേ ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു പ്രതീക്ഷയിലും കൂടെയാണ് അന്ന് ഹോളിഡേയിൽ ഇരുന്ന് ബ്ലൗസ് തയ്ച്ച് തീർക്കാന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇന്ന് ബ്ലൗസ് കട്ട് ചെയ്യുന്നത്. മിക്കവാറും ഈ ഒരെണ്ണം മാത്രം തയ്ക്കാൻ എനിക്ക് സമയം കിട്ടുള്ളൂ. ബാക്കി രണ്ടും തയ്ക്കാൻ ടൈം കിട്ടുമെന്ന് തോന്നണില്ല. അപ്പോൾ ടൈം കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാരി എടുത്ത് അടുത്ത 2ാമത്തെ കല്യാണത്തിന് വേറെ ഏതെങ്കിലും സാരി എടുത്ത് പോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ തയ്ച്ച് തീരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഓർത്തു ഇനി എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ തന്നെ 2ാമത്തെ ബ്ലൗസും തയ്ക്കാമെന്ന്. അപ്പോൾ എനിക്ക് ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ബ്ലൗസിൻ്റെ ലൈനിങ് തുണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈനിങ് കണ്ടു ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് കട്ടിൽ തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതാവുമ്പോൾ നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ. എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ അതാ ക്രോസ് കട്ടിങ് ബ്ലൗസ്. അപ്പോൾ ഇത് ബാക്ക് പാർട്ടിന് കട്ട് ചെയ്യണം. അപ്പം ഇനി എത്രയും വേഗത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഡ്രോയിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അളവും കാര്യമൊക്കെ നോക്കി ഞാൻ അളന്നെടുത്ത് അതുപോലെ തന്നെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാൻ പോവാം. ലൈനിങ് കട്ട് ചെയ്തിട്ടാണ് നല്ല തുണിയിൽ കട്ട് ചെയ്യാറ്. അപ്പോൾ അത് ശരിക്കും സാരി വിത്ത് ബ്ലൗസ് എന്ന് പറയുമ്പോൾ സാരിയുടെ സെയിം മെറ്റീരിയൽ അല്ലേ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാൻ ചിലപ്പോൾ കത്രികയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒന്ന് വഴിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം കോട്ടൺ തുണിയുമ്പോൾ നമ്മുടെ ലൈനിങ് തുണിയുമ്പോൾ കട്ട് ചെയ്തിട്ടാണ് ഞാൻ സാരി ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാക്ക് പാർട്ട് റെഡി ആയിട്ടുണ്ട് ബ്ലൗസിൻ്റെ. പിന്നെ എനിക്ക് ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ എൻ്റെ ബാക്കി ജോലികളൊക്കെ വേഗം തീർക്കട്ടെ. കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പകുതി ജോലി കഴിയും. പിന്നെ തയ്ക്കാൻ നമ്മളിരുന്ന കണ്ടിന്യൂസ് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ തീർക്കാൻ പറ്റും. 1-2 മണിക്കൂർ കൊണ്ടൊക്കെ തീർക്കാം കണ്ടിന്യൂസ് ഇരിക്കുകയാണെങ്കിൽ. പക്ഷേ ടൈം വേണം, അതാണ്. അപ്പോൾ അതങ്ങനെ ബാക്ക് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം. ഇവിടെ എനിക്ക് സ്ലീവ്സിനുള്ള തുണിയാണ് ഇവിടെ ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ബാക്കി കാര്യങ്ങൾ പൈപ്പിങ് കാര്യങ്ങളെല്ലാം കൊടുക്കണം. അപ്പോൾ ഒത്തിരി ജോലികളുണ്ട്. അപ്പോൾ സ്കൂളിലെ ജോലി തിരക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞാൻ ഈ തയ്ക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ നിന്നാൽ നമുക്ക് ഇതേപോലെ പണി കിട്ടും. അപ്പോൾ തന്നെയാണ് ചെയ്യാം അല്ലേ? നിങ്ങളെന്ത് പറയുന്നു? അതല്ല എനിക്ക് ശരി. നമ്മളെല്ലാ ജോലികൾക്കും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ
നമുക്ക് ജോലി തിരക്കുള്ളപ്പോഴൊക്കെ ഓക്കെ കറക്റ്റ് നല്ലതാണ്, അല്ലാത്തപ്പോൾ നമ്മൾ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പണി വേഗത്തിൽ നടക്കും. ഞാൻ തയ്ക്കട്ടെ കേട്ടോ. ഇനി തയ്ച്ച് റെഡി ആയി കഴിഞ്ഞിട്ട് സാരിയെ കൊടുത്തു കഴിയുമ്പോൾ ഞാൻ സാരി ബ്ലൗസൊക്കെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കും. അപ്പോൾ അങ്ങനെ ബ്ലൗസൊക്കെ തയ്ച്ച് തീർത്തു. എന്തായാലും അപ്പോൾ ഞങ്ങളിപ്പോൾ കല്യാണത്തിനായിട്ട് ഇറങ്ങാണ്. ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന 2 ടീച്ചേഴ്സിന്റെ ചേച്ചിയുടെ കല്യാണമാണ്. എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പോകണ്. പിന്നെ എൻ്റെ ത്രോട്ട് വളരെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിലൊന്നും വീഡിയോ ഇടാത്തത്. സ്വരമൊക്കെ ഒന്ന് ശരിയായിട്ട്. തണുത്ത വെള്ളം കുടിച്ചു അറിയാണ്ട്. പിന്നെ ഞാൻ ഐസ്ക്രീമും കഴിച്ചു. അഞ്ജുവിന്റെ ബർത്ത്ഡേയുടെ അന്ന്. ഇപ്പൊ 2 കൂടി ആയപ്പോൾ പൂർത്തിയായി. അപ്പോൾ ഇനി അതൊന്ന് ഓക്കെ ആയി നോർമലായിട്ട് വരാൻ ഇത്തിരി ടൈം എടുക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾ കല്യാണത്തിന് ഇറങ്ങണം കേട്ടോ. അപ്പൊ രാത്രിയിലാണ് ഇവിടെ കല്യാണമൊക്കെ. ഇപ്പൊ ആ സമയം 8:30 കഴിഞ്ഞു. അപ്പൊ 8:30 കഴിയുന്ന സമയത്താണ് നമ്മള് കല്യാണത്തിന് പോകുന്നത്. കേരളത്തിലെ പോലെയല്ല, ഇവിടെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കല്യാണമൊക്കെ. ഇനി ഇന്നത്തെ ദിവസം അവർക്ക് അവിടെ ഉറക്കമൊന്നും ഉണ്ടാവില്ല. രാത്രി മുഴുവൻ ചെണ്ടയും മേളവും പാട്ടും കല്യാണമൊക്കെ ആയിട്ട് നേരം വിളിക്കുന്ന വരെ കല്യാണ പരിപാടികളാണ്. ഞങ്ങൾ പോയി എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തിരിച്ചു വരും. നമുക്ക് നാളെ ക്ലാസ്സിൽ പോകേണ്ടതാണ്. അപ്പോൾ അത് വിട്ട് നമുക്കൊരു ലിമിറ്റ് വിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങണം. ഞങ്ങൾക്ക് ചൂടൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര ചൂടായി. അപ്പോൾ അതന്നെ കൊണ്ട് വേർത്ത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറങ്ങണം. ടാറ്റാ ബൈ ബൈ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അധികം യാത്രയൊന്നും ഇല്ല കേട്ടോ. ഒത്തിരി ദൂരമൊന്നുമില്ല മാരേജ് ഹാളിലേക്ക്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ 2-3 ടീച്ചേഴ്സൊക്കെ ഒരുമിച്ച് പോയായിരുന്നു. ഞങ്ങളുടെ വണ്ടിയിൽ വേറെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത്. അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ മാരേജ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ദൂരെ നിന്ന് തന്നെ ഇതാ മാരേജ് ഹാളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. പിന്നെ പോകുന്ന വഴിക്ക് വേറെയും ഒത്തിരി മാരേജ് ഹാളുകൾ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തേക്കണ കാണായിരുന്നു. കാരണം ഇപ്പൊ നല്ല മാരേജിന്റെ സീസണാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി വഴി സൈഡിലൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി മാരേജ് ഹാൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റിയായിരുന്നു. അപ്പൊ അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഹാളിന്റെ ഉള്ളിലേക്ക് കടക്കണം കേട്ടോ. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഓൾറെഡി കുറച്ച് ടീച്ചേഴ്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ചു പേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ കണ്ട കുറച്ചു പേരെയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് നിർത്തി ഞങ്ങളിതാ ഫോട്ടോ ഒക്കെ എടുക്കണം കേട്ടോ. ഞങ്ങൾ ഈ കല്യാണത്തിന് ശരിക്കും പറഞ്ഞാൽ കുറേ ഫോട്ടോസ് എടുത്തു. സിംഗിൾ ആയിട്ടും ഡബിൾ ആയിട്ടും ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടും സ്റ്റാഫ് എല്ലാവരും മൊത്തം അങ്ങനെയൊക്കെ ഒത്തിരി ഫോട്ടോസ് എടുത്തായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ അഞ്ജും ഞാനും കൂടെ ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം പിന്നെ ചേട്ടനും അഞ്ജും ഞാനും കൂടെ ഒരുമിച്ച് വേറൊരു ഫോട്ടോ കൂടെ എടുത്തു. അപ്പോഴേക്കും ഇതാ ഞങ്ങളുടെ സ്റ്റാഫൊക്കെ ഒരുവിധം ഇതാ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു സാറുമാര് എല്ലാവരും കൂടെ നിന്ന് അവരിതാ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഓരോരോ ടീച്ചേഴ്സായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന കാണുമ്പോൾ ഞങ്ങളെയും കൂടെ വീഡിയോയിൽ പെടുത്തണമെന്നും പറഞ്ഞ് ഞങ്ങളുടെയും വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കുമെന്നും പറഞ്ഞ് എല്ലാവരും വന്ന് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റാഫാണ്. അപ്പോൾ ഇത് ഇതാ ഞങ്ങളുടെ സ്കൂളിലെ ഒരു ടീച്ചറും ടീച്ചറിന്റെ ഹസ്ബൻഡും കൂടെ എത്തിയപ്പോൾ ഞങ്ങൾ എടുത്തൊരു ഫോട്ടോ ആണ്. ഇവരും ഞങ്ങളുടെ സ്റ്റാഫ് തന്നെ കേട്ടോ. അപ്പോൾ കുറച്ചു പേരെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കാണുമ്പോൾ അവരൊക്കെ ഒരുമിച്ച് നിർത്തി നമ്മളിങ്ങനെ പല പല ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, പല വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ ആണെങ്കിൽ നമുക്ക് പിന്നീട് അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോയിലാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ കാണാൻ പറ്റുമല്ലോ. പിന്നെ ഇത് നമ്മുടെ ഷാരി സാറും സുഷ ടീച്ചറും നിങ്ങൾ അറിയുന്നതായിരിക്കും, നമ്മുടെ മിക്ക വീഡിയോയിലും നിങ്ങൾ കാണുന്നതാണ്. അപ്പം അങ്ങനെ ഒത്തിരി ഫോട്ടോസുകളൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. ഇതാണ് നമ്മുടെ കല്യാണം നടക്കാൻ പോകുന്ന കല്യാണ മണ്ഡപം. പിന്നെ ഇവിടെ ചെയേഴ്സ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അഞ്ജുവിന്റെ ഫ്രണ്ടും കൂടെ ഇതിലേക്ക് കറങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിപ്പിക്കും. മണവാട്ടിയൊക്കെ എത്തി. അവര് പാർലറിൽ നിന്ന് വരാൻ അല്പം വൈകിയായിരുന്നു. അപ്പൊ അങ്ങനെ ഇതാ മണവാട്ടിയൊക്കെ ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവര് റൂമിലേക്ക് നീങ്ങുന്നതാട്ടോ. അപ്പൊ അവര് പോയി ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പിക്കും പിന്നെ ഞങ്ങള് അവരെ കാണാനായിട്ട് ഞങ്ങൾ ഇതാ പുറകിക്കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ മണവാട്ടിയുടെ അടുത്ത് എത്തിയിട്ടോ. അപ്പൊ ഞങ്ങളവിടെ എത്തിയപ്പിക്കും ഞങ്ങളുടെ പ്രിൻസിപ്പാളച്ചനും അതുപോലെ സിസ്റ്റേഴ്സും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്റ്റാഫും കുറെ പേര് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് പേരും കൂടെ ഒക്കെ എത്താനായിട്ട് ഞങ്ങളിങ്ങനെ ഇത്തിരി സമയം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഒരുവിധം ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ മണവാട്ടിയുടെ കൂടെ. അപ്പൊ ഈ വൈറ്റ് ഡ്രസ് ഇട്ട് നിൽക്കുന്നത് മണവാട്ടിയുടെ അനീത്തിയാണ്. മണവാട്ടിയുടെ അനീത്തി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റാഫാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഉള്ള സ്പേസിലൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പൊ കുറച്ച് സമയം ഞങ്ങൾ മണവാട്ടിയൊക്കെ ആയിട്ട് സംസാരിച്ച് നിന്ന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് എല്ലാവരും അങ്ങനെ അവിടുന്ന് ഇറങ്ങണം കേട്ടോ.
അപ്പൊ ഞങ്ങളുടെ ലേഡി ടീച്ചേഴ്സ് മൊത്തം വന്നവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ സാറുമാരെല്ലാവരും കൂടെ അവരും കൂടെ മണവാട്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പൊ അവരുടെ ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു കുറച്ച് സമയം. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും താഴേക്ക് പോകണ്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫുഡ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങളിതാ അവിടേക്കായിട്ട് മൂവ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഇതാ താഴത്തെ ഫ്ലോറിലേക്ക് എത്തിയിട്ടോ. അപ്പൊ ആൾക്കാരൊക്കെ എത്തി വരുന്നതേ ഉള്ളൂ. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ബിഫോർ ടൈം ആണെന്ന് പറയാം. പിന്നെ വേഗത്തിൽ തന്നെ ഫുഡ് കഴിച്ചൊക്കെ പോകണമെന്നും പറഞ്ഞൊക്കെ താഴേക്ക് ഇറങ്ങി വന്നെങ്കിലും താഴെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടെ പിന്നെയും ഫോട്ടോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങളിതാ പ്രിൻസിപ്പാളത്തിന്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ വീണ്ടും എടുക്കുകയാണ്. അപ്പൊ അതിനുശേഷം വീണ്ടും ഫാമിലി ആയിട്ടും സിംഗിൾ ആയിട്ടൊക്കെ നിന്ന് പിന്നെയും ഗ്രൂപ്പായിട്ടൊക്കെ നിന്ന് പിന്നെയും കുറച്ചും കൂടിയൊക്കെ ഫോട്ടോ പല പല പൊസിഷനിൽ പല സ്ഥലത്തായിട്ടൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾ എടുത്തിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുന്നത്. ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത് നല്ല ഓപ്പൺ ആയിട്ടുള്ള വലിയൊരു ഗ്രൗണ്ടിലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇതാ ഫുഡ് കഴിക്കാനായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേയിൽ ക്ലാസ് ഉള്ളതാണ്, വർക്കിംഗ് ഡേ ആണ്. അപ്പൊ വേഗം ഫുഡ് കഴിച്ച് പോയി കിടന്നാലും നമുക്ക് രാവിലെ എണീറ്റ് ക്ലാസ്സിനൊക്കെ ടൈമിന് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ സമയം നല്ലപോലെ തന്നെ വൈകിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച്. അപ്പൊ എന്തായാലും ഞങ്ങളിതാ എല്ലാവരും ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഫുഡൊക്കെ ഇവിടെ ഗ്രൗണ്ടിൽ തന്നെ നിന്ന് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നിന്ന് ഞങ്ങളൊക്കെ ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. ഫുഡ് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഇത് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ആ കുട്ടികളുടെ തിരക്കാട്ടോ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നിടത്ത്. പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വീറ്റ്സും ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്വീറ്റ്സ് ഒക്കെ കഴിച്ചായിരുന്നു. അപ്പൊ കുറച്ച് സ്റ്റാഫൊക്കെ ഇതാ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവർ വന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ മണവാട്ടിയുടെ അനിയത്തിനെ കണ്ടു. മണവാട്ടിയുടെ അനിയത്തി ഞങ്ങളോട് താങ്ക്സ് ഒക്കെ പറയുന്നതാണ് കല്യാണത്തിന് ചെന്നതിനൊക്കെ. പക്ഷെ നമുക്ക് അവരുടെ വോയിസ് ഇപ്പോൾ പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആള് പറയുന്നത് മ്യൂട്ട് ആക്കിയേക്കാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളായിട്ട് ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് നീങ്ങാണ്. അവിടുന്ന് നീങ്ങിയപ്പോഴേക്കും മണവാട്ടിയുടെ ആങ്ങളേനെയും കണ്ടു ഞങ്ങള്. അപ്പൊ മണവാട്ടിയുടെ ആങ്ങളയോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോരുന്നതാട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഒരു കല്യാണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.